ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുഖം മാത്രമല്ല ശരീരം മുഴുവനും നല്ല നിറവും തിളക്കവും പാടുകളില്ലാത്തൊരു ചർമ്മം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി പച്ചരിപ്പൊടി എടുക്കുക. വറുക്കാത്ത പച്ചരിപ്പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരിക്കലും പുട്ടിൻ്റെ പൊടിയൊന്നും എടുക്കരുത് കേട്ടോ, അതിലൊരു തരിതരിപ്പുണ്ടാവും. പിന്നെ വേണ്ടത് കടലമാവാണ്. കടലമാവും അതുപോലെ തന്നെ 1 ടീസ്പൂൺ എടുക്കുക. രണ്ടിൻ്റെ അളവ് ഏകദേശം ഒരേപോലെ ആയിരിക്കും നോക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഈ അരിപ്പൊടിയും കടലമാവും ഏകദേശം ഒരേ അളവ് തന്നെ എടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. പിന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത് തൈരാണ്. തൈരിന് പകരം നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ യൂസ് ചെയ്യുക, പക്ഷേ തൈരെടുത്താലാണ് കൂടുതൽ റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് പാലോ തൈരോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ കസ്തൂരി മഞ്ഞൾപ്പൊടി നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അത്. അല്ലാണ്ട് നമ്മൾ കറികളിലിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാക്കറ്റിൽ കിട്ടുന്ന കമ്പനി പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല. അതിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സ് എല്ലാം ഉണ്ടാകും. അപ്പോൾ നമ്മളെ സ്കിന്നിന് അത് എത്രത്തോളം ദോഷം ചെയ്യുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് റോസ് വാട്ടറാണ് കേട്ടോ. ഈ റോസ് വാട്ടറും കസ്തൂരി മഞ്ഞളെല്ലാം നമുക്ക് ഓൺലൈനിൽ വളരെ ചെറിയ റേറ്റിന് കിട്ടുന്ന സാധനമാണ്. നിങ്ങളത് വാങ്ങി വെക്കുകയെന്നാണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ഫേസ് പാക്കുകളിലും അതുപോലെ തന്നെ ടോണറിലെല്ലാം യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. ഇതിനൊന്നും വലിയ പൈസയൊന്നുമില്ല. അപ്പോൾ റോസ് വാട്ടറിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് രൂപത്തിനുള്ള റോസ് വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂണോ റോസ് വാട്ടർ മതിയാവും കേട്ടോ. അതിനുശേഷം ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ ആ ഒരു കട്ടിയൊന്നും ഇല്ലാണ്ട് ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആക്കിയെടുക്കുക. ഇനി നമ്മളിത് കഴുകി വൃത്തിയാക്കി തുടച്ച ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് പാലിൽ ഒരു കോട്ടൻ്റെ തുണി മുക്കിയിട്ട് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം ഇത് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ്സ് എങ്കിലും നിങ്ങളിത് ഫേസിൽ വെക്കണം. അല്ല, ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ സമയമുള്ളവരാണെങ്കിൽ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇത് ഫേസിൽ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ബോഡിയിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കുളിക്കാം. അങ്ങനെ ഡെയിലി ഇത് ഉപയോഗിച്ചിട്ട് കുളിക്കുക എന്നാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള കഴുത്തിലുള്ള കഴുത്തിലെല്ലാം വരുന്ന ഭയങ്കര കറുപ്പുണ്ടല്ലോ അതെല്ലാം മാറി നമ്മളെ ആ ഒരു ടാൻ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു പാക്കാണിത്. കഴുത്ത് കക്ഷ എവിടെയുള്ള കറുപ്പ് നിറം മാറാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. എപ്പോഴും കുളിക്കുന്നതിൻ്റെ 10 മിനിറ്റ് മുന്നേ നല്ലോണം മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഫേസിലാണെങ്കിൽ ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകിക്കളയാം. ഇത് ആ കഴുകുന്ന ഫേസിൽ നമ്മൾ ആ കഴുകുന്ന സമയത്ത് തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും. അപ്പോൾ ആ ഇൻസ്റ്റൻറ്റ് ഗ്ലോ എന്ന് പറഞ്ഞാൽ അതൊരു 24 അവേഴ്സ് മാത്രമേ നിലനിൽക്കൂ. പക്ഷേ അത് നിങ്ങൾക്ക് പെർമനൻ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്ത നമ്മൾ അടുക്കളയിലുള്ള ചേരുവകൾ വെച്ച് തന്നെ നമ്മൾ തയ്യാറാക്കുന്ന ഫേസ് പാക്ക് ആകുന്നതിനുള്ളൊരു ഗുണം എന്തെന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഫേസ് പാക്കിൽ യാതൊരുവിധ സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല. അതായത് ആഡ് ചെയ്യുന്ന സാധനമൊന്നും നിങ്ങൾക്ക് അലർജി ഒന്നും ഉണ്ടാക്കാത്ത സാധനമാണെങ്കിൽ. അതേ സ്ഥാനത്ത് നമ്മൾ വലിയ വില കൊടുത്ത് ക്രീമൊക്കെ വാങ്ങി തേക്കുമ്പോൾ അത് പൈസയും നഷ്ടമാണ്, അതേപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് ഇല്ലെങ്കിൽ അത് വൻ നഷ്ടമായിരിക്കും. പക്ഷേ ഇതെന്ന് പറയുന്നത് റിസൾട്ട് കുറച്ച് ലേറ്റ് ആയാലും അത് നല്ല ആ ഒരു ഗ്ലോ അപ്പോൾ നിങ്ങൾക്ക് നിലനിൽക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നിങ്ങളിത് കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ മതി. കാരണം നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ മാത്രം ആയതുകൊണ്ട് തന്നെ നിങ്ങളത് ഇടയ്ക്കെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കിട്ടിയ ഒരു റിസൾട്ട് ഫെയ്ഡാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത് ശരീരത്തിലായാലും ഫേസിലായാലും നമ്മുടെ ടാന് മാറാൻ വേണ്ടിയിട്ടും നമ്മളെ നിറം ഒരു 2 ഇരട്ടിയെങ്കിലും കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടും നല്ല തിളക്കം വരാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് നേരം മാത്രമേ നിൽക്കും കേട്ടോ. പെട്ടെന്നൊരു ഗസ്റ്റെല്ലാം വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖം നല്ല ഡള്ളായിട്ടുള്ളതെങ്കിൽ ഒന്ന് തിളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 20 മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടും. താങ്ക്